ദൈവത്തിന് സ്തോത്രം. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദഭാഗത്തിലേക്ക് വരാം. റോമാലേഖനം 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ, ഹല്ലേലൂയ. ആ വചനത്തിൽ ഒരു ആമേൻ പറയാമോ? ആമേൻ, ദൈവത്തിന് സ്തോത്രം. കാരണം പഴയ നിയമത്തിലെ ഒരു മാതൃക എടുത്തിട്ട് പറയുകയാണ്, അദ്ദേഹത്തിലൂടെ ചെയ്ത കാര്യങ്ങളെല്ലാം പുതിയ നിയമത്തിലെ വിശ്വാസികളായ നമുക്കും കൂടെയുള്ളതാണ്. അത് നമുക്ക് ലഭ്യമായത് നമ്മുടെ പാരമ്പര്യം കൊണ്ടോ നമ്മുടെ കുടുംബശ്രേഷ്ഠത കൊണ്ടല്ല, ക്രിസ്തുവേശുവിലൂടെയാണ് അത് ലഭ്യമായിരിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ എന്ത് അനുഗ്രഹങ്ങളും നമുക്ക് ലഭ്യമാകുന്നത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. ഹല്ലേലൂയ. കാരണം നമ്മെ വിളിച്ചിരിക്കുന്നത് അന്യരും പരദേശികളുമെന്നാണ്. ഇസ്രായേൽ വാഗ്ദത്തത്തോട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഗ്രൂപ്പുകളാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മെ വിളിച്ചിരിക്കുന്ന പേര് തന്നെ ജാതി എന്നാണ് വിളിച്ചിരിക്കുന്നത്. ജാതികളായ നമുക്ക് ഇസ്രായേലിൻ്റെ വാഗ്ദത്തത്തിൻ്റെ അടുക്കൽ ചെല്ലാൻ പോലും അവകാശമില്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ, ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായ എല്ലാ അനുഗ്രഹത്തിനായി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രസംഗത്തിന് ഒരു ആധാരമുണ്ട്, ഒരു കാരണമുണ്ട്. ഹല്ലേലൂയ. ഇന്നലെ രാവിലെ റെൻസിയും അതുപോലെ റീനയും കൂടെ എന്നെ കാണാൻ വേണ്ടി, ഞങ്ങളെ കാണാൻ വേണ്ടി വീട്ടിൽ വന്നു. അപ്പോൾ റീന ഈ കുവൈറ്റ് നടന്ന ഒരു സംഭവം എന്നോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അത് എന്നെ ഒത്തിരി ആകർഷിച്ചു. ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ചിന്തയ്ക്കതീതമാണ്. ഹല്ലേലൂയ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുമെന്ന് നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി അത് വിശ്വാസത്താൽ പ്രാപിക്കാനുള്ളതാണ്. ഒന്ന് നാവ് തുറന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വാസത്താൽ പ്രാപിക്കാവുന്നതാണ്. ആമേൻ, ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവത്തിൻ്റെ പ്രവൃത്തി വിശ്വാസത്താൽ പ്രാപിക്കാവുന്നതാണ്. ആമേൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യും. അപ്പോൾ ഈ പ്രിയ സഹോദരി പറഞ്ഞ സംഭവം ഇതാണ്. ഇവിടെയുള്ള ഒരു ചർച്ചിൽ പോകുന്ന ഒരാളുടെ ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ടപ്പോൾ പാസ്റ്റർ അയാളോട് ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, എന്നോട് ദൈവാത്മാവ് പറയുകയാണ്, നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് നിന്ന് നിങ്ങളുടെ വീട്ടിലുള്ള വീട്ടിൽ നിന്നുകൊണ്ട് ഗുഡ് മോർണിംഗ് എന്ന് പറയാം. നിങ്ങളെല്ലാം എൻ്റെ മുഖത്തോട്ട് നോക്കിയേ. ഞാനെങ്ങാണം പറഞ്ഞു പോയാൽ ഹല്ലേലൂയ എന്തായിരിക്കും? ഇവിടെ കാണാൻ ഇറങ്ങിക്കഴിയുമ്പോഴേ നിങ്ങൾ എന്നെ നോക്കി ഗുഡ് മോർണിംഗ് പറയും. ദൈവത്തിന് സ്തോത്രം. ഈ മനുഷ്യൻ ഇയാളോട് പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് പറയണം. നീ വിശ്വാസത്താ പറയാൻ പറഞ്ഞു. ജോലി ഇല്ലാത്തവനോട് പറയുക ഗുഡ് മോർണിംഗ് പറയുക. ചില സമയത്ത് ദൈവദാസന്മാർ പറയുന്ന ആലോചനകൾ മണ്ടത്തരമാണെന്ന് തോന്നും. ഹല്ലേലൂയ. ചില മിടുക്കന്മാരും അതിമിടുക്കന്മാരും ഒക്കെ ഉണ്ട്. അവർക്ക് ഇത് പലപ്പോഴും മണ്ടത്തരമാണ്. പക്ഷെ എന്നാൽ
കടന്ന് വിശ്വസിക്കുന്ന ചില ദൈവമക്കൾക്ക് അത് വിശ്വാസമായി പരിണമിക്കും. എനിക്ക് ആദ്യം കേട്ടപ്പോൾ അതൊരു മണ്ടത്തരമായിട്ടാണ് തോന്നിയത്. ഹല്ലേലൂയ. ആ മനുഷ്യൻ അന്ന് പകല് മുഴുവനും ഗുഡ് മോർണിംഗ് പറഞ്ഞു. തന്നെ എൻ്റെ ചിന്ത വീട്ടിൽ ഉപകരണങ്ങളൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കാണും. ഒരാഴ്ച കഴിഞ്ഞ് തനിക്ക് ഒരു ഓഫീസിൽ ജോലി കിട്ടി, ഒരു ചെറിയ ജോലി കിട്ടി. ഈ കുവൈറ്റിൽ നടന്ന കാര്യമാണ് പറയുന്നത്. ആ മനുഷ്യൻ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. റെൻസിക്ക് ഒരു ആൽബം കൊടുക്കാൻ വേണ്ടി ആ മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാഴ്ചയും കൂടെ കഴിഞ്ഞപ്പോൾ ആ ഓഫീസിൻ്റെ മാനേജർ പോസ്റ്റിലേക്ക് അയാൾ ഉയർന്നു. അയാളുടെ കീഴിൽ 150-ൽ പരം ജോലിക്കാരുണ്ട്. അയാൾ മാനേജർ പോസ്റ്റിൽ കയറിയപ്പോൾ ഓഫീസിലേക്ക് വരുന്ന ആളുകൾ രാവിലെ കയറി വരുമ്പോൾ എന്താ പറയുന്നേ? ഈ 150 പേരോടും അയാൾ എന്തോ പറയണം? ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സ്തോത്രം പറയാം. അസൂയയില്ലാത്തൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്താ ആ കർത്താവിന്റെ ദാസൻ പറഞ്ഞത്? വിശ്വാസത്താൽ നീ ചില കാര്യങ്ങൾ ചെയ്യേ. ഹല്ലേലൂയ. മുൻപിലൊന്നും കാണുന്നില്ലെങ്കിലും നീ വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങിയാൽ അത് നിന്റെ മുമ്പിൽ വന്നു സംഭവിക്കും. ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ ചില ശൂന്യതകൾ കാണുന്ന ചിലരോട് പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് പറയുകയാ. ചിലതിനെ നോക്കി നീ വിശ്വാസത്താൽ പറയാൻ തുടങ്ങുന്നത് സംഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ഇവിടെ അബ്രഹാം വിശ്വാസത്തോടെ ചില കാര്യങ്ങൾ പറഞ്ഞു. അതിന് പറയാനുള്ള കാരണം ദൈവം അവന് കൊടുത്ത വെളിപ്പാടിനാലാണ്. ഹല്ലേലൂയ. നമ്മുടെ ഫെയ്ത്ത് വർദ്ധിക്കണം. കുഞ്ഞുങ്ങളൊക്കെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഹലോ, ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം കുഞ്ഞുങ്ങളോട്. ഇപ്പം അത് ആ സാധനം ഉള്ളത് കൊണ്ട് ലോകമെമ്പാടും ചെല്ലും. ദൈവത്തിന് ഞാൻ ഈ കുറേ ആഴ്ചകൾ കൊണ്ട് ഈ ചർച്ചുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന ഒരു പാസ്റ്ററാണ്. അത് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞുങ്ങളോട് 2 എണ്ണം പറയണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ ഞാൻ ചിലതങ്ങ് വിഴുങ്ങുക കേട്ടോ. ഓക്കെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവന് കിട്ടിയ വിശ്വാസം ദൈവിക വെളിപ്പാടിന് അടിസ്ഥാനത്തിലായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നോക്ക്, നമ്മുടെ ഫെയ്ത്ത് ഒന്ന് വളരണം. നമ്മുടെ ഫെയ്ത്ത് വളരണം. ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ ഫെയ്ത്ത് വളരണം. പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തെ എത്രമാത്രം ആശ്രയിക്കുന്നു എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ ഒന്ന് നോക്കണം. ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ വന്നതുപോലെ പോകരുത്. ഹല്ലേലൂയ. വിശ്വാസം വർദ്ധിപ്പിക്കണേ എന്ന് നമ്മൾ പാടാറില്ലേ? പ്രാർത്ഥിക്കാറില്ലേ? രാവിലെ നമ്മൾ പറയണം, കർത്താവേ, പകച്ചു നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന, അവിശ്വാസമുള്ള ഹൃദയമുള്ള എൻ്റെ ഹൃദയത്തിനകത്തേക്ക് വിശ്വാസത്തിന്റെ അളവൊന്ന് വർദ്ധിപ്പിച്ചു തരണം. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ നാം നമ്മുടെ ദൈവം ആരാണെന്ന് കാണണം. നമ്മുടെ ദൈവം സാധാരണക്കാരനല്ലല്ലോ. ഹല്ലേലൂയ. വചനം പറയുന്നത് അബ്രഹാം കണ്ടത് തേജോമയനായ ദൈവത്തെ. ഹല്ലേലൂയ. അവൻ കണ്ട ദൈവം ആരാണെന്ന് അവൻ അറിയാം. ദൈവത്തിന് സ്തോത്രം. അതിനു മുൻപ് അവന്റെ ജോലി എന്തെന്നറിയാമോ? ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ജോലിയായിരുന്നു. എത്രയോ ദൈവങ്ങളുടെ നടുവിലാണ് അവൻ ഇരുന്നത്.
അവൻ ഉണ്ടാക്കിയവയെ ആ മെസപ്പൊട്ടോമിയിലുള്ള പലരും ആരാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം അവന്റെ നടുവിലേക്ക് തേജോമയനായ ദൈവം ഇറങ്ങി വന്നു. ഹല്ലേലൂയ. നോക്കുക, നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വലിയ കാഴ്ചപ്പാട് പ്രാപിച്ചവന് ഇന്ന് രാവിലെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിയുന്നവർ അതരങ്ങൾ തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമെന്താ? ഹല്ലേലൂയ. നിന്റെ വിശ്വാസത്തിന്റെ ആധാരമെന്താ? നിന്റെ ദൈവമാണ്. ആ ദൈവത്തെ കണ്ടവന് ഇന്ന് രാവിലെ അതരം അടച്ചു വെക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത സ്ത്രീയും പുരുഷനും അതരം അടച്ചു വെക്കും. എന്നാൽ ദൈവത്തെ കണ്ടവൻ എന്താ ചെയ്യുന്നറിയാമോ? അതരങ്ങൾ തുറന്ന് പറയും, എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം നടത്താൻ വിശ്വസ്തൻ, എന്റെ ദൈവം നിവർത്തിപ്പാൻ വിശ്വസ്തൻ, എന്റെ ദൈവം വിടിവിപ്പാൻ ശക്തൻ, എന്റെ ദൈവം എന്നെ സൗഖ്യമാക്കാൻ ശക്തൻ. വിശ്വാസത്താൽ ഇന്ന് രാവിലെ നിന്റെ നാവ് തുറന്ന് പറയുമ്പോ നിന്റെ രോഗബന്ധനങ്ങൾ ഇന്നു പകൽ അഴിയുമെന്നവർ വിശ്വസിക്കുന്നുണ്ട്. നിന്നെ തടസ്സപ്പെടുത്തുന്ന പൈശാചിക മേഖലകളെ ഇന്ന് രാവിലെ വിശ്വാസത്തെ കീഴടക്കുമെന്ന് എത്രവർക്ക് ഉറപ്പുണ്ട്. നീ കണ്ട ദൈവത്തെ അടിസ്ഥാനത്തിൽ അതരങ്ങൾ തുറന്ന് ദൈവം നൽകിയ വാഗ്ദത്തമൊന്ന് നാവ് തുറന്ന് ഉറച്ചു പറയാൻ തയ്യാറായാൽ അത് നീതിയായി കണക്കിടുന്നവൻ ഇന്ന് രാവിലെ ഇവിടെയുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പോരാ, കരങ്ങളെ തട്ടി ദൈവത്തെ ശക്തമായി ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. കാരണം നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല. എന്റെ സകലത്തിന്റെ മേലും സാധിപ്പിക്കുന്ന ഒരു ദൈവം വന്നിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നടത്താൻ വിശ്വസ്തനാണോ? ചിലരോട് ദൂത് പറയുക, ചിലർ ദൈവം നടത്താൻ വിശ്വസ്തനാണോ? നിന്റെ ദൈവത്തെ നീ കണ്ടിട്ടുണ്ടോ? നീ ദൈവത്തെ കണ്ടിട്ടല്ലേ ഇറങ്ങി വന്നേ? ഒരു വിഗ്രഹത്തെ കണ്ടിട്ടാണോ വന്നേ? സാധാരണ ഒരു മരത്തെയോ കല്ലിലെ കണ്ടിട്ടല്ല വന്നേ. ഉത്തരം പറയാത്തൊരു ദൈവത്തെ കണ്ടിട്ടല്ല വന്നേ. ഉത്തരം പറഞ്ഞ് നിന്നോട് സംസാരിച്ച് നിന്നെ വിളിച്ചിറക്കിയ ദൈവം, തേജോമയനായ ദൈവം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോക, ഞാൻ നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞ് ആ ദൈവത്തെ അബ്രഹാമിന് അറിയാം. എന്നാൽ ഹല്ലേലൂയ, ആ വാക്ക് പറഞ്ഞവന് എത്ര വർഷം കഴിഞ്ഞാലും എന്നോട് പറഞ്ഞ വാക്ക് നിവർത്തിക്കുമെന്ന് അവൻ ഉറപ്പുണ്ട്. കാരണം അവൻ ആധാരമായിരിക്കുന്ന ദൈവത്തെ അവൻ അറിയാം. ഇന്ന് രാവിലെ യേശു ക്രിസ്തുവിലൂടെ ആധാരമായ ആ ദൈവത്തെ തിരിച്ചറിഞ്ഞവൻ പറഞ്ഞാട്ട്, എന്റെ ദൈവം വിശ്വസ്തൻ, എന്റെ ദൈവം വിശ്വസ്തൻ, വാക്കു പറഞ്ഞാൽ മാറുകയില്ല. Praise God. Hallelujah. നോക്കുക, ആ വെളിപ്പാട് കിട്ടിയ അബ്രഹാമിനെ ദൈവം നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. നിനക്ക് ദൈവം വെളിപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ വാഗ്ദത്വം കൂടെ നൽകിയിട്ടുണ്ട്. ഹലോ, പ്രൈസ്. ദൈവത്തെ കണ്ടതുകൊണ്ട് ദൈവം നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. ഉണ്ടോ സഹോദരങ്ങളെ? ഉറക്കെ പറ, എനിക്ക് ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. കരം ഉയർത്തി പറയാൻ പറ്റുമോ? എനിക്ക് ദൈവം ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. പറഞ്ഞു ഉറക്കെ പറ, ദൈവം എനിക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. എന്താ? നിവർത്തിക്കാനുള്ള ചിലത് ഇതുവരെ നിവർത്തിച്ച് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നിവർത്തിച്ച് തന്ന വാഗ്ദത്തങ്ങൾ അത് കാണുമ്പോൾ നിവർത്തിക്കാനുള്ള വാഗ്ദത്തവും പറയണം. ഹല്ലേലൂയ. ഇന്നലെ നിവർത്തിച്ചവൻ, ഇന്ന് നിവർത്തിച്ചവൻ നാളെയും നിവർത്തിക്കാൻ ശക്തൻ. ഹല്ലേലൂയ. ആത്മാവിൽ ഒന്ന് ശക്തമായി പറഞ്ഞാട്ട്, ദൈവം എന്നോട് പറഞ്ഞ വാക്കുകൾ നിവർത്തിക്കാതെ എന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റുകയില്ല. ദൈവം എന്നോട് പറഞ്ഞ് എന്റെ കുടുംബത്തോട്, എന്റെ തലമുറയോട്, എന്റെ ഹല്ലേലൂയ ആത്മമണ്ഡലത്തോട് പറഞ്ഞ് ഓരോ വാക്കും നിവർത്തിക്കാതെ എന്നെ ദൈവം ഹല്ലേലൂയ ഭൂമിയിൽ നിന്ന് മാറ്റുകയില്ല. ഈ കുവൈറ്റ് നിന്നോട് ചില പറഞ്ഞ വാഗ്ദത്തമുണ്ടല്ലോ, അത് ഇവിടെ വെച്ച് നിവർത്തിക്കും. നാട്ടിക്കൊണ്ട് നിവർത്തിക്കാനല്ല, ഇതിനകത്ത് വെച്ച്, ഈ സ്ഥലത്ത് വെച്ച് ആ വാക്കും നിവർത്തിക്കുന്ന തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ട് അവ എന്നോട് നീതിയായി
കടക്കിടും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ശക്തമായി സ്തുതിച്ചാട്ടെ, ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. നമുക്ക് വന്ന എല്ലാ നിരാശയും അബ്രഹാമിന് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എന്താ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളുണ്ട്. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വാഗ്ദത്തം ചെയ്തവന്റെ മുമ്പിൽ എന്ത് കിടക്കുകയാണ്? നിർജീവത്വം. ഹലോ, നിർജീവത്വം കണ്ടാൽ ഫെയ്ത്ത് വരുമോ? ഹല്ലേലൂയ. നിർജീവത്വം കണ്ട ഫെയ്ത്ത് വരുമോ? അവിടെ എന്താ വരണ്ടേ? നിരാശ. നിർജീവത്വം എന്നാൽ ജീവനില്ലാത്ത അനുഭവങ്ങൾ മുന്നിൽ വന്നാൽ ഉണ്ടാകുന്ന ആദ്യ കാര്യം നിരാശയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ഇത്തിരി നിരാശ വന്നതുകൊണ്ടാണ് സാറ അകത്തെ മുറിയിരുന്ന് ചിരിച്ചത്. എന്റെ ദൈവമേ, ഇത് വല്ലോ നടക്കുവോ? ഹലോ, ഇന്ന് രാവിലെ എന്റെ കൂടെ ഉണ്ടോ ചിലരെ? നിന്നോട് ദൂത് പറയുക, നിന്നോട് വചനത്തിലൂടെ ദൂത് പറയുക. ഇന്ന് രാവിലെ ചില നിർജീവത്വം കണ്ട് നിന്റെ മകളുടെ വിഷയത്തിന്റെ മേൽ, നിന്റെ മകന്റെ വിഷയത്തിന്റെ മേൽ, നിന്റെ തുണയുടെ വിഷയത്തിന്റെ മേൽ, നിന്റെ കുടുംബത്തിനകത്തെ വിഷയത്തിന്റെ മേൽ നിർജീവത്വം കണ്ട് നിരാശപ്പെടരുത്. നിരാശപ്പെടാനുള്ള സാഹചര്യം വരുമ്പോഴൊക്കെ നിനക്ക് നൽകിയ വാഗ്ദത്തം മുറുകെ പിടിക്കണം. ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആമേൻ പറയാനുണ്ടോ? ചില നിരാശപ്പെടുത്തുന്ന വാക്കുകളും പ്രവൃത്തികളും വരുമ്പോ നീ ഭാരപ്പെടരുത്. എനിക്ക് ദൈവം നൽകിയ ഒരു വാഗ്ദത്തമുണ്ട്. മുറുകെ പിടിച്ചുകൊണ്ട് സ്തോത്രം പറഞ്ഞാട്ടെ. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഈ സ്തോത്രം പറയുമ്പോഴും നിർജീവത്വം നിന്റെ മുമ്പിൽ ഉണ്ടെങ്കിൽ നീ നിരാശപ്പെടരുത്. അതിന് പകരം നിന്റെ പക്ക ചില വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം തന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാതിരിക്കുമോ? ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, അതിനെ ജീവൻ വെപ്പിക്കുന്ന ആത്മാവിന്റെ മഹത്വം ഇപ്പോ തന്നെ വ്യാപരിക്കുന്നുണ്ട്. നിന്റെ കൺമുൻപിൽ അത് കാണുന്നില്ലെങ്കിലും അതിനെ ചലിപ്പിക്കുന്ന ദൈവകൃപ, അതിനെ ചലിപ്പിക്കുന്ന ദൈവകൃപ ഇപ്പോ തന്നെ നിന്റെ വാഗ്ദത്തത്തിന്റെ മേൽ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. നിർജീവത്വം കണ്ടിട്ട് വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. വിശ്വാസത്തിൽ ക്ഷീണിച്ച ചിലരോട് ഇന്ന് രാവിലെ ഞാൻ ശക്തമായി പറയുന്നു, നീ ഇന്ന് രാവിലെ എഴുന്നേക്ക്, എഴുന്നേക്ക്, എഴുന്നേക്ക്. അവന് നൽകിയ പേര് പോലും വാഗ്ദത്തമാ. അബ്രഹാമാക്കി, സാറായി സാറയാക്കി. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമാക്കി, സാറായി സാറയാക്കി. ആ പേരിന് വന്ന വ്യത്യാസം പോലും വെളിപ്പാട് കണ്ടവനെ ഉറപ്പിക്കാനുള്ളതാണ്. അബ്രഹാം എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്ന് പറഞ്ഞേ? ഉറക്കെ പറ. ബഹുജാതികളുടെ പിതാവ്. ഹല്ലേലൂയ. ഈ പേര് മാറും
ചിരിക്കുമ്പോഴും അവന്റെ മുമ്പിൽ നിർജീവത്വമല്ലേ? ഹല്ലേലൂയ. സാറായി സാറയാക്കി. സാറ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? രാജകുമാരി. വയസ്സ് എന്ന ശരീരമൊക്കെ ചുളുങ്ങാൻ തുടങ്ങിയവളെ രാജകുമാരി എന്ന് വിളിച്ചാൽ ഉടനെ നമുക്ക് ചിരി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വീണ്ടും അവനോട് വാഗ്ദത്തങ്ങൾ പറയാ. എടാ, ആകാശത്തോട് നോക്ക്, നക്ഷത്രങ്ങളെ കാണുന്നില്ലേ? നിനക്ക് തലമുറയെ നക്ഷത്രങ്ങളെ വെളിത്തരും. കടൽക്കരയിലെ മണലിലെ നോക്ക്, അതുപോലെ തലമുറയെ നൽകിത്തരും. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ, ആമേൻ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങള്? ഹല്ലേലൂയ. ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്, ശക്തമായ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് നിങ്ങളെ ആരാധിച്ച് കയറി വരണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. വചനം പറയുമ്പോൾ ആ ശക്തമായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ ഈ വചനം അങ്ങ് ഇടിച്ചു കയറും. മുമ്പേ കണ്ടില്ലേ, ഒരു ദൈവദാസനോട് ഗുഡ് മോർണിംഗ് പറയാൻ തയ്യാറായി, അത് അവന് വിശ്വാസമായി പരിണമിച്ചു. ഹല്ലേലൂയ. ചിലത് ഇന്ന് രാവിലെ വിശ്വാസത്താൽ പിടിച്ചടക്കുന്ന ആളുകളായി മാറണം. രാവിലെ നിരാശപ്പെടുന്ന പലതും മുമ്പിൽ നിന്നോട്ടെ, പക്ഷെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ ജയിക്കും. ഉറക്കെ പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ജയിക്കും. ഉറക്കെ പറഞ്ഞാട്ടെ. ഇന്ന് രാവിലെ ശക്തമായി പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ പേര് എനിക്കൊരു ജയമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നോക്കിയേ, അവന്റെ മുൻപാകെ അവന്റെ പേര് പോലും വാഗ്ദത്തമാണ്. പക്ഷേ അവന്റെ മുമ്പാകെ നിരാശയുടെ കാര്യങ്ങളെ കാണുന്നേ, നിർജീവത്വം. ഹല്ലേലൂയ. ഒന്നും ഉണ്ടാകാത്ത അവസ്ഥ, ഭാരനായി കിടക്കുന്നു. രാവിലെ ചില ശൂന്യതകൾ, ഒന്നുമില്ലായ്മകൾ ഒക്കെ മുമ്പിൽ നിരന്നു നിൽക്കുമ്പോൾ നീ അവിടെ നിന്ന് നോക്കി പറയണം, ദൈവം എനിക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട്. ഇതിനകത്ത് ഉളവാകാൻ പോവുക. ഹല്ലേലൂയ. എൻ്റെ കൺമുമ്പിൽ കാണാൻ പോകുക, എൻ്റെ കൺമുമ്പിൽ ചിലത് നടക്കാൻ പോകുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ ചില ഭക്തന്മാരായ ദൈവമക്കളെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അവര് കൃഷി ചെയ്യാൻ പോയപ്പോൾ ഇവിടെ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞു. അവർ ദിവസവും ചെന്ന് ആ മണ്ണിനോട് പറയും, ഈ കൃഷി എന്താ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. ഞാനൊരു ഭക്തനെ കുറിച്ച് കേട്ടു. തൻ്റെ മുമ്പിൽ ഒരു തെങ്ങുണ്ട്, അത് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല. പക്ഷെ താൻ ഈ വിശ്വാസത്തിലേക്ക് വന്ന ശേഷം ഈ തെങ്ങിനെ നോക്കി പറയും, യേശുവിൻ്റെ നാമത്തിൽ തെങ്ങ് നീ കായ്ക്കാൻ തുടങ്ങി. സംഭവിച്ചത് ചില മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് കായ്ക്കാൻ തുടങ്ങി. എനിക്ക് ചിരി വന്നുപോയി. അങ്ങനെ പറയുന്ന ആളുകളെ നോക്കി ചിരിക്കാനേ പറ്റൂ. കാരണം അവരെ നോക്കി ചിരിക്കുമ്പോഴും അവിടെ പക്കൽ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം നമ്മൾ അവളെ കളിയാക്കിയായിരിക്കും ചിരിക്കുന്നത്, പക്ഷെ അവിടെ ഉള്ളിൽ ഒരു ചിരി വരുന്ന ദിവസമുണ്ട്. ആമേൻ. വാഗ്ദത്തം കിട്ടിയവൻ എത്ര നാൾ കാത്തിരുന്നു വാഗ്ദത്തം പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു ദിവസം ലോകത്തിന്റെ മുമ്പിൽ ഒരു ചിരിയായി അവൻ പുറത്തു വരും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വിശ്വസിക്കുന്നവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. രാവിലെ നിന്റെ വിശ്വാസം വർദ്ധിക്കാൻ തുടങ്ങിക്കോ. ചിലർ നിന്നെ നോക്കി പരിഹസിച്ച അതേ സ്ഥലത്ത് നിന്റെ മുഖത്ത് പുഞ്ചിരിക്കുന്ന മുഖം വരാൻ പോകുകയാ. ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ആമേൻ പറയാൻ എത്ര പേരുണ്ട്? ഇന്ന് രാവിലെ നിന്നെ നോക്കി ചില പരിഹസിക്കുന്നുണ്ട്. നടക്കത്തില്ലെന്ന് വിധി എഴുതി പരിഹസിക്കുമ്പോൾ അവിടെ നടുവിൽ ഒരു ചിരിയായി ഹല്ലേലൂയ ദൈവം മാറ്റാൻ പോകുകയാ. വിശ്വസിക്കുന്ന നാവ് തുറന്ന് പറഞ്ഞാട്ട്, വാഗ്ദത്തം നിവർത്തി എനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിന് അബ്രഹാം അപ്ലൈ ചെയ്ത കാര്യങ്ങൾ, ഹല്ലേലൂയ, അതിന്റെ വാക്യം 18 പറയുക, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഞാൻ രാവിലെ POC ബൈബിൾ വായിച്ചവൻ കാണുന്നത് പ്രതീക്ഷയല്ല അസ്തമിച്ചു, പ്രതീക്ഷയ്ക്ക് വിപരീതമായി
പ്രതീക്ഷയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. പ്രതീക്ഷയോടെ. ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് നോക്കിയാണ്. ചിലരൊക്കെ കുനിഞ്ഞിരിക്കുന്നു, അതുകൊണ്ടാണ് ഈ മുഖത്തോട്ട് നോക്കാൻ പറയും. ഹല്ലേലൂയ. ദൈവദാസന്മാർ ശുശ്രൂഷിക്കുമ്പോൾ മുഖത്തോട്ട് നോക്കിയിരിക്കണം, നിങ്ങൾ കുനിഞ്ഞിരിക്കാനല്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അത് പല അർത്ഥങ്ങളുണ്ട്. ഒന്ന്, എൻ്റെ ശുശ്രൂഷ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കുനിഞ്ഞിരിക്കുക. നിങ്ങളല്ലെങ്കിൽ വേറെ ഏതോ ലോകത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ കുനിഞ്ഞിരിക്കുക. നിങ്ങൾ ഇവിടെ വേറെ എന്തെങ്കിലും ബിസിനസ്സിലാണെങ്കിൽ കുനിഞ്ഞിരിക്കുക. പക്ഷെ നമ്മൾ കുനിഞ്ഞിരിക്കാൻ വന്നവരല്ലല്ലോ, തലകളെ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാൻ വന്ന സ്ഥലമാണ്. ഹല്ലേലൂയ. എന്തിനാ? നിങ്ങളെ കണ്ണുകളിലേക്ക് നോക്കി പറയണം, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പറയണം. അത് മാത്രമേ എൻ്റെ ആഗ്രഹം. മുഖം നോക്കി പറയണം, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്, നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കണം. ഹല്ലേലൂയ. 25 വർഷം തലമുറ ഇല്ലാത്തവൻ ആശയോടെ അങ്ങനെ വിശ്വസിക്കുന്നത്. അടുത്ത വചനം പറയുന്നു, നിർജീവത്വം ഗ്രഹിച്ചിട്ടും ക്ഷീണിച്ചില്ല, ക്ഷീണം സംഭവിച്ചില്ല. കാരണം അവനെ നിർത്തിയത് ഹല്ലേലൂയ ദൈവത്തിന്റെ അരുളപ്പാടാണ്. ഇന്നും നീ ക്ഷീണിക്കാതെ നിൽക്കുന്നത് മറ്റാരുടെ മിടുക്കല്ല, നിന്നോട് പറഞ്ഞ ചില വാക്കുകളുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ നിന്നോട് സംസാരിച്ച വചനങ്ങളുണ്ട്. വചന ശുശ്രൂഷയുടെ നടുവിൽ ദൈവം നൽകിയ ചില വാഗ്ദത്തങ്ങളുണ്ട്. അത് മുറുകെ പിടിക്കുന്നവർ ഇന്ന് രാവിലെ ശക്തമായി പറഞ്ഞോട്ടെ, ഹല്ലേലൂയ. ഞാൻ ആശയ്ക്കെതിരായി ഹല്ലേലൂയ എന്ത് സംഭവിച്ചാലും ആശയോടെ ഞാൻ വിശ്വസിക്കും. അവൻ എന്താ പറഞ്ഞേ? ഹല്ലേലൂയ. നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിയേ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അതൊരു വാഗ്ദത്തമാണ്. നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കിയാട്ടെ. നിന്റെ സന്തതി ഇവണ്ണമാകും, ഹല്ലേലൂയ എന്ന് അരുളിച്ചരിക്കുന്നത് പോലെ അടുത്തത് താൻ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് വന്നു. താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന്. ആമേൻ. അവന് വാക്ക് കിട്ടി, വാഗ്ദത്തം കിട്ടി. ആ വാഗ്ദത്തം അവന്റെ നാവി വന്നു. എന്താ പറയുന്നത്? ഹല്ലേലൂയ. താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു. ഹല്ലേലൂയ. ഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ഒന്ന് പറഞ്ഞാട്ടെ സഹോദരങ്ങളെ, നിങ്ങളുടെ പക്കൽ വാഗ്ദത്തം ഉണ്ടോ? ഏതാ നിങ്ങളുടെ വാഗ്ദത്തം എനിക്കറിയത്തില്ല. പക്ഷെ ആ വാഗ്ദത്തം ഇന്ന് രാവിലെ ഉരുവിടാൻ പറ്റുമോ? ഹലോ, വാഗ്ദത്തം ഉരുവിടാൻ പറ്റുമോ? ഏത് വിഷയമായി ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന ആ കാര്യം ഒന്ന് നാവ് തുറന്ന് പറഞ്ഞിട്ട് അതെന്റെ കരങ്ങളിൽ തരും. ഞാനത് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നു, അതിപ്പോ സംഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ അതരം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുന്നു, അതിപ്പോ സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. വാഗ്ദത്തമുള്ളവൻ നാവ് തുറന്നത് ഏറ്റു പറയുമ്പോൾ അത് സംഭവിക്കും. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി ഏറ്റു പറഞ്ഞു ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് എല്ലാ കരങ്ങളും ചേർത്തടിച്ച് ദൈവം നിന്റെ പക്കൽ നൽകിയ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞാട്ട് അത് സംഭവിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പറയാതെ എങ്ങനെ വിശ്വാസം സംഭവിക്കുന്നേ? ഹലോ, പറയാതെ എങ്ങനെ വിശ്വാസം സംഭവിക്കുന്നത്? പറഞ്ഞേ പറ്റൂ. ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തം എന്ത് ചെയ്യണം? പറയണം. ചില ഭക്തന്മാർ എന്താ ചെയ്തിട്ടുണ്ട്? വീടിന്റെ വാതിക്കൽ എഴുതിയിട്ടുണ്ട്. ഞാനൊരു വീട്ടിൽ ചെന്നപ്പം അവർക്ക് ലഭ്യമായ വാക്കെല്ലാം കണ്ണാടിയിലും കഥകളും എല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. ഒരു 5-6 വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചെന്നപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ആ എഴുതിയതെല്ലാം കിട്ടിയോ? അവര് പറഞ്ഞു, കിട്ടി പാസ്റ്ററേ. ഹല്ലേലൂയ. കാരണം എന്താ? ആ വാക്കുകളെല്ലാം ദൈവത്തിന്റെ വാക്കുകളായിരുന്നു. ഇന്ന് രാവിലെ ഉറക്കെ വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഹല്ലേലൂയ. അവർ വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല,
അടുത്ത വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് അവൻ ആരാധന കഴിച്ചു. ഓരോ വാഗ്ദത്തം എടുത്ത് ദൈവത്തോട് പറയും, ഇതങ്ങ് ചെയ്യാൻ വിശ്വസ്തൻ, ഞാൻ അങ്ങയ്ക്ക് മഹിമ നൽകുന്നു, ഞാൻ അങ്ങേ ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് ഹല്ലേലൂയ അവന് നീതിയായി കണക്കിട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ വാക്ക് ചുരുക്കാൻ പോകുക. എല്ലാ കണ്ണുകളും അടച്ച് ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടാൻ, ഒന്ന് സ്തോത്രം പറയാൻ എത്ര പേരുണ്ട്? ഒന്ന് ആരാധിക്കാൻ എത്ര പേരുണ്ട്? നിന്റെ വാഗ്ദത്തത്തെ കൈ പിടിച്ചുകൊണ്ടൊന്ന് ആരാധിക്കാൻ പറ്റുമോ? ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? നിനക്ക് ആരാധിക്കാൻ പറ്റാത്തതിന്റെ കാരണം നിന്റെ മുമ്പിലെ നിർജീവത്വം നിന്നെ പിടിക്കുന്നു. എന്നാൽ നിന്റെ നിർജീവത്വത്തെക്കാൾ വലുത് നിന്റെ പക്കം നൽകിയിരിക്കുന്ന വാഗ്ദത്തമുണ്ട്. എന്നോട് ഉള്ളവർ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പോരാ, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പോരാ, ശബ്ദമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. നീ ഉറക്കെ പറ, നിന്റെ വാഗ്ദത്തം ഉറക്കെ പറ. ദൈവം കഴിഞ്ഞ ദിവസങ്ങൾ നിന്നോട് ഇടപെട്ട വാഗ്ദത്തം. അതുരമന ഹസ്തരാദിയാലബ രഗന്ധര അതിയാലബ ദുബരബലബ ശാന്തരതല ഉടമന. യേശുവിന്റെ നാമത്തിൽ എല്ലാ അവിശ്വാസത്തിന്റെ മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുകയാണ്. ഹുറബല ഹസ്തന അതിയന്തര അതിയാലബ. ഇന്ന് രാവിലെ നിന്റെ വിശ്വാസം വളർച്ച പ്രാപിക്കുന്നുണ്ടോ? നിന്റെ വിശ്വാസം നിന്നെ നിരാശപ്പെടുത്തി കളയുകയാണോ? ഇന്ന് രാവിലെ ഹല്ലേലൂയ, ഇന്ന് രാവിലെ നിരാശപ്പെടുത്തുന്ന മണ്ഡലങ്ങളിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ ചിലരോട് പറയുന്നു. പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടുവെങ്കിൽ നീ മറ്റാരെയും നോക്കരുത്, മറ്റാരെയും നോക്കരുത്, നീ മറ്റാരെയും നോക്കരുത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിശ്വാസത്താൽ വാഗ്ദത്തം പ്രാപിച്ച ചിലരുണ്ട്. അവരോട് പറയട്ടെ, നിനക്ക് എങ്ങനെ അധരങ്ങൾ പൂട്ടിവെക്കാൻ പറ്റും? അധരങ്ങൾ പൂട്ടിവെക്കാൻ പറ്റുമോ? അധരങ്ങൾ പൂട്ടിവെക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് പ്രാപിച്ചത് കയ്യിൽ പിടിച്ചുകൊണ്ട് നിനക്ക് അധരങ്ങൾ അടച്ചു വെക്കാൻ പറ്റില്ല. എന്നാൽ ഇന്ന് രാവിലെ ഹല്ലേലൂയ ചിലരോട് ഞാൻ പറയുന്നു, നിർജീവത്വം കണ്ട് നീ ഭാരപ്പെടരുത്. അതിന്റെ നടുവിൽ നീ ശബ്ദമുയർത്തി ദൈവത്തോടെ പറ, എന്റെ നിർജീവത്വം മാറ്റുന്ന, എന്റെ കുടുംബത്തിന്റെ നിർജീവത്വം മാറ്റുന്ന, എന്റെ ഭവനത്തിന്റെ നിർജീവത്വം മാറ്റുന്ന ഓ ദൈവകൃപ ഇപ്പോൾ എന്റെ മേൽ ഇറങ്ങി വരട്ടെ. അല്പസമയം ശക്തമായി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ശക്തമായി ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. നിന്റെ നിരാശ മാറിപ്പോവട്ടെ, നിന്റെ നിരാശ മാറിപ്പോവട്ടെ, നിന്റെ നിരാശ മാറിപ്പോവട്ടെ. നിന്റെ ബലം കെടുത്തുന്ന ആ മണ്ഡലങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ തലമുറയെ നോക്കി പറ, വാഗ്ദത്തം നിവർത്തിക്കൂ. നിന്റെ കുടുംബത്തെ നോക്കി പറ, വാഗ്ദത്തം നിവർത്തിക്കൂ. ഓ നിന്റെ സഭയെ നോക്കി പറ, വാഗ്ദത്തം നിവർത്തിക്കൂ. ഉറമനവ ശംബരതല ഉടമന ഉറമനവ ശംബ അറിയാനവ അതുരമ നഹസ്യാനവ നിരബലമ ദിഗന്ധരദിയാലമ ദുബരബലബരഗന്ധരദലാദിയാലമ അതുരബലബലബലബലബ ഉടബലബലബ ദുരബലബാരിയംബരാദിയാലമ ആദബരാദബര ഉടബരാദരബ ഉടബരാദര ഹത്തുബരാദര മാരാദബര ഉടബരാദര ഉടബരാദര. യേശുവിന്റെ നാമത്തിൽ ജനത്തിന് ദൈവശക്തി വ്യാപരിക്കട്ടെ, ദൈവകൃപ വ്യാപരിക്കട്ടെ. ഓ ആമേൻ. എല്ലാ കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ.
നിന്റെ ഡയറിക്കകത്ത് എഴുതി വെച്ച ചില വാഗ്ദത്തങ്ങളുണ്ട്. ആ വാഗ്ദത്തത്തിൽ നീ ടിക്കിടാൻ പലപ്പോഴും നിന്റെ പേന എടുത്തിട്ടുണ്ട്. അതിപ്പം നിവർത്തിക്കുമെന്ന് പറഞ്ഞ് നീ ടിക്കിടാൻ നിന്റെ പേന എടുക്കുമ്പോഴൊക്കെ നിന്നോട് പറയും, ഇതുവരെ നടന്നിട്ടില്ലല്ലോ, ഇതുവരെ നടന്നിട്ടില്ലല്ലോ. നിന്നെ നോക്കി പിശാച് പറയുക, നടക്കത്തില്ല. വാഗ്ദത്തം പറഞ്ഞവൻ പറയും നടക്കും. വാഗ്ദത്തം പറഞ്ഞവൻ പറയും നടക്കും. ഓരബാല ഹസന രഗന്ധരാദിയാലബ. ആശയ്ക്ക് വിരോധമായി പ്രതീക്ഷ മുഴുവനും കൈവിട്ടുപോയി എന്ന് നീ ചിന്തിക്കരുത്. എന്റെ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നിട്ടുണ്ട്, ഇറങ്ങി വന്നിട്ടുണ്ട്. വഴി തുറക്കുന്നവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ജീവൻ വെക്കുന്നവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ അത് നിന്റെ മേൽ സംഭവിക്കുകയാ. അത് നിന്റെ മേൽ സംഭവിക്കുകയാ. നിന്റെ മേൽ ആ ദൈവകൃപ ഇറങ്ങി വരികയാ. ആ വാഗ്ദത്തത്തിന്റെ ശക്തി ഇറങ്ങി വരികയാ. ആ വാഗ്ദത്തം നിവർത്തി ഇറങ്ങി വരികയാ. ദുരബല ഹത്തുന ബലഗാരിയം ദരദരദിയാലമ ഉറമന ഹസ്തരാദിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. കഷ്ടങ്ങളിൽ തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും. കഷ്ടങ്ങളിൽ തുണയേശു കണ്ണുനീർ. നിനക്കായി കരുതും അവൻ നല്ല ഓഹരി. ഓരബല ഹശ്യദാരിയാല ദുബലഹദര ബൗഡമന ഹസ്തരാദിയ ഹോറബല ഹസ്തിനാദിയാല ഹോറബല ബശന്തരാദിയാല. നാം തുറന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. വാഗ്ദത്തം ചെയ്തവൻ വാക്കുമാറുകയില്ല. അവൻ വഴി ഒരുക്കും ആഴികളിൽ. അവൻ നിന്നെ വിട്ടിട്ട് പോകുകയില്ല. നിന്റെ നിരാശ ഇപ്പോൾ മാറിപ്പോകട്ടെ. ഞങ്ങളുടെ സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അവിടുത്തെ മുൻപാകെ കടന്നു വരുന്നു. അവിടുത്തെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളെ ധൈര്യപ്പെടുത്തിയതിന് നന്ദി. ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതിന് നന്ദി. നിന്റെ ജനത്തെ അനുഗ്രഹിച്ചതിന് നന്ദി. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവേ, ഞങ്ങൾ തിരുമേശിന്റെ അടുക്കലേക്ക് വരുന്നു. തിരുമേശയിൽ ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും അവിടെ ഞങ്ങളെ ബലപ്പെടുത്തണം.